പല കുട്ടികളും എന്നോട് ചോദിക്കാറുണ്ട്, മാം ഞാൻ മലയാളം മീഡിയം സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് ഇംഗ്ലീഷിൽ നഴ്സിംഗ് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ. ഈ ഒരു ചോദ്യം കൊണ്ട് എത്രയോ കുട്ടികളാണ് നേഴ്സിംഗ് വേണ്ടെന്ന് വെക്കുന്നത്. നമുക്ക് ഇന്ന് ഇതിന്റെ മറുപടി പറഞ്ഞാലോ? പല കുട്ടികളും 10ാം ക്ലാസ് വരെ മലയാളം മീഡിയത്തിൽ പഠിച്ചവരായിരിക്കും. നഴ്സിംഗ് ടെക്സ്റ്റ് ബുക്കുകൾ കണ്ടാൽ അവർക്ക് പേടിയുണ്ടാകും. ഇംഗ്ലീഷിൽ ഇത്രയും വലിയ പാഠങ്ങൾ എങ്ങനെ പരീക്ഷ എഴുതും എന്നതാണ് ഇവരുടെയൊക്കെ ടെൻഷൻ. ഇത് കാരണം അവർക്ക് നഴ്സിംഗിൽ തിളങ്ങാൻ കഴിയില്ല എന്ന് പലരും അവരെ വിശ്വസിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വിദേശത്ത് പോകണമെങ്കിൽ ഹൈഫൈ ഇംഗ്ലീഷ് വേണമെന്ന് കരുതി പലരും ഈ മോഹം ഉപേക്ഷിക്കുന്നു. പക്ഷെ സത്യം ഇതല്ല. മലയാളം മീഡിയത്തിൽ പഠിച്ച മിടുക്കരായ 100 കണക്കിന് കുട്ടികൾ ഇന്ന് യൂറോപ്പിലും ഗൾഫിലും നഴ്സിംഗ് ഓഫീസർമാരായി ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്കും കഴിയും. റൈറ്റ് നഴ്സിംഗ് അഡ്മിഷൻ ഗൈഡൻസ് വഴി ഞങ്ങൾ കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ മെച്ചപ്പെടുത്താൻ സഹായിക്കാറുണ്ട്. അല്ലേ റീന? അക്കാഡമിക്കായി പറയുകയാണെങ്കിൽ നഴ്സിംഗിന് വേണ്ടത് ലളിതമായ ഇംഗ്ലീഷാണ്. 6 മാസം നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ ആർക്കും ഈ ഭാഷ വഴങ്ങും. നമ്മുടെ റൈറ്റ് നഴ്സിംഗ് ഡ്രീം ഹബിൽ ഇംഗ്ലീഷ് ടെർമിനോളജി ലളിതമായി പഠിക്കാനുള്ള വഴികൾ ഞാൻ പറഞ്ഞു തരും. ഭാഷ ഒരിക്കലും നിങ്ങളുടെ സ്വപ്നത്തിന് തടസ്സമാകരുത്. അത് വെറും ഒരു മാധ്യമം മാത്രമാണ്. മലയാളം മീഡിയത്തിൽ പഠിച്ച എത്ര പേർ ഇവിടെയുണ്ട്? നിങ്ങളുടെ പേടി താഴെ കമന്റ് ചെയ്യൂ. ഈ വീഡിയോ അത്ര പേടിയുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ. നാളെ റൈന മാം പറയും എങ്ങനെ നഴ്സിംഗ് നോട്ട്സ് സ്മാർട്ടായി തയ്യാറാക്കാമെന്ന്.